ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു എരിശ്ശേരിയുടെ റെസിപ്പി കാണാം. അപ്പോൾ നമ്മൾ മത്തനും പയറും ഉപ്പും മഞ്ഞളും ഇട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ അരപ്പ് ഈ മത്തനും പയറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളുടെ എരിശ്ശേരി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താളിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ക്രിസ്പീനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചോ കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഐറ്റംസ് എല്ലാം നമ്മളുടെ എരിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മളുടെ ഔട്ട്ലുക്ക് ഇതാണ് എരിശ്ശേരിയുടെ. നല്ല പോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ചൂടായിട്ടുള്ള പയറും മത്തനോട്ട് എരിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഏത് ഐറ്റത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. സോ ബൈ ബൈ.